ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ജൂൺ 25-ാം തീയതി. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിന ആശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ആവർത്തന പുസ്തകം 19-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൽ രസകരമായിരിക്കുന്ന പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കുവാൻ ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പ്രത്യേകം എടുത്ത് പറയേണ്ടതായിരിക്കുന്ന ഒന്ന് അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അവിടെ പറയുകയാണ്, ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. ഇനി നിങ്ങളുടെ ഇടയിൽ അതുപോലെയുള്ള ദോഷം നടക്കാതിരിക്കേണ്ടതിന് ശേഷമുള്ളവർ കേട്ട് ഭയപ്പെടണം. നിനക്ക് കനിവ് തോന്നരുത്. ജീവന് പകരം ജീവൻ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാൽ. ഇസ്രായേലിൽ വ്യത്യസ്ത കുറ്റങ്ങൾക്ക് നൽകേണ്ട വ്യത്യസ്ത ശിക്ഷകളെക്കുറിച്ചാണ് പറയുന്നത്. ഈ ശിക്ഷകൾ നൽകുന്നതിന് 2-3 ഉദ്ദേശങ്ങളുണ്ട്. അതിലൊരു ഉദ്ദേശമെന്ന് പറയുന്നത് മറ്റാളുകൾ ഇതേ തരത്തിലുള്ള കുറ്റം ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. പ്രിവെൻറ്റീവ് പർപ്പസ് എന്ന് പറയും, പ്രിവെൻറ്റീവ് ഗോൾ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരാൾ മോഷണക്കുറ്റം നടത്തി അതിന് കൊടുക്കുന്നതായിരിക്കുന്ന ശിക്ഷ കണ്ടാൽ മോഷണത്തിന് സാധ്യതയുള്ള മറ്റാളുകൾ അത് ചെയ്യാതിരിക്കണം. ശിക്ഷ ഇങ്ങനെയാണ്, ഞാൻ ചെയ്യുന്നില്ലെന്ന് പറയണം. അങ്ങനെയാണ് അതിൻ്റെ വയ്പ്. മറ്റൊരു ഉദ്ദേശമെന്ന് പറഞ്ഞാൽ റിട്രിബ്യൂട്ടീവ് എന്ന് പറയും. അതായത് പകരം ചെയ്യുക, ന്യായമായ പ്രതികാരം ചെയ്യുക. അപ്പോൾ അതായത് ഒരു കുറ്റൻ ഒരാളെ കൊന്നാൽ കൊന്നവൻ്റെ രക്തം ചിന്തണം, അങ്ങനെ ചെയ്യണം. കൈക്ക് പകരം കൈ, കാലിന് പകരം കാല്, കണ്ണിന് പകരം കണ്ണ്, ഇങ്ങനെ റിട്രിബ്യൂഷൻ ചെയ്യണം. അത് നീതിയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ഹനിക്കുന്ന ഒരാൾക്ക് ന്യായമായ പ്രതികാരം ചെയ്യുക എന്നുള്ളത് ഉദ്ദേശമാണ്. മൂന്നാമതുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ റിഫോർമേഷനാണ്. റിഫോർമേഷൻ, നവീകരണം. കുറ്റം ചെയ്യുന്ന ആൾ മേലാൽ കുറ്റം ചെയ്യാതിരിക്കത്തക്കവണ്ണം അവനെ നല്ലവനാക്കി തീർക്കുവാനുള്ളതായിരിക്കുന്നത്. അതായത് പുതിയ നിയമത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് കൊടുക്കേണ്ടതിന് കൈകൊണ്ട് അധ്വാനിക്കുന്ന മനുഷ്യനാക്കി അവനെ മാറ്റണം. അതെ, കട്ട് ജീവിച്ചവനാണ്, എന്നാൽ അവനെ നവീകരിച്ചതിൻ്റെ ഫലമായിട്ട് അവനിപ്പോൾ മോഷ്ടിക്കുന്നില്ലെന്ന് മാത്രമല്ല, മുട്ടുള്ളതായിരിക്കുന്ന ആളുകൾക്ക് നൽകുവാൻ തക്കവണ്ണം അധ്വാനിച്ച് പണം ഉണ്ടാക്കി നൽകുന്ന സ്വഭാവത്തിലേക്ക് വരുന്നു. 3 ഉദ്ദേശങ്ങളും വളരെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഇവിടെ പ്രിവെൻറ്റീവും റിട്രിബ്യൂഷനും. റിഫോർമേഷനെ കുറിച്ച് ഈ ഭാഗത്ത് പറഞ്ഞിട്ടില്ല. പ്രിവെൻറ്റീവ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ചെയ്യാതിരിക്കേണ്ടതിന് അവർ കേട്ട് ഭയപ്പെടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു ഉദ്ദേശമാണ്. തെറ്റ് ചെയ്യുന്നവരാണ് മനുഷ്യർ. അങ്ങനെ പറയാറുണ്ട്, എയർ ഈസ് ഹ്യൂമൻ ബട്ട് ടു ഫോർഗീവ് ഈസ് ഡിവൈൻ എന്ന് പറയാറുണ്ട് ഇംഗ്ലീഷിൽ. തെറ്റ് ചെയ്യുക എന്നുള്ളത് മാനുഷികമാണ്, ക്ഷമിക്കുക എന്നുള്ളത് ദൈവികമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. അത് തെറ്റ് ചെയ്തുകൊള്ളട്ടെ എന്നുള്ള അർത്ഥത്തിലല്ല. തെറ്റിപ്പോകുന്നവരാണെന്ന് കരുതി തെറ്റുകൾ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യവും അനുവാദവും കൊടുക്കാനായിട്ട് പാടില്ല. ദൈവം അങ്ങനെ അനുവാദവും അതിനുള്ളതായിരിക്കുന്ന സ്വാതന്ത്ര്യവും നൽകിയിട്ടില്ല. അതുകൊണ്ട് തെറ്റുകൾക്ക് ശിക്ഷ ദൈവം വെച്ചിട്ടുണ്ട്. ഈ ശിക്ഷകളുടെ ലക്ഷ്യങ്ങളൊക്കെ വേണം. പ്രിവെൻറ്റീവ്, പിന്നെ അതിൻ്റെ റിട്രിബ്യൂട്ടീവ്, കറക്റ്റീവ്, ഇങ്ങനെയൊക്കെ പറയുന്നതായിരിക്കുന്ന ഓരോന്നുണ്ട്. അതെല്ലാം നടന്നാൽ നല്ലതാണ്. അപ്പോൾ ഈ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് അധ്യായത്തിൽ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുന്നവർ ഭയപ്പെടേണ്ടതിന് അങ്ങനെയാണ്. അവർ ഭയപ്പെടണം. അതുകൊണ്ട് തന്നെയാണ് കല്ലിന് പകരം കണ്ണ്, കാതിന് പകരം കാത് എന്നൊക്കെ പറഞ്ഞാൽ അതതിൻ്റെ റിട്രിബ്യൂട്ടീവ് അവസ്ഥയാണ്. തക്കതായിരിക്കുന്ന ശിക്ഷ കൊടുക്കുക എന്ന് പറയും. ശിക്ഷയ്ക്ക് പകരത്തിന് പകരം കൊടുക്കുക എന്ന് പറയും. അപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, അത് ക്രൂരമല്ലേ, ഒരാളുടെ കൈ ഒരാൾ വെട്ടിയെന്ന് വിചാരിച്ച് അവൻ്റെ കൈ വെട്ടിക്കളയണോ എന്ന് ചോദിക്കാറുണ്ട്. ഒരു കണ്ണൊരാൾ ഇടിച്ച് പൊട്ടിച്ച് കളഞ്ഞാൽ മറ്റവൻ്റെയും കണ്ണ് പൊട്ടിക്കണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒരു വശമെന്ന് പറഞ്ഞാൽ ആരുടെയും കണ്ണ് പൊട്ടിക്കാൻ ആർക്കും അനുവാദമില്ലല്ലോ, ആരുടെയും കൈ ഒടിക്കാൻ ആർക്കും അനുവാദമില്ലല്ലോ, ആരുടെയും കാല് വെട്ടാനും കൈ വെട്ടാനും ആർക്കും അനുവാദമില്ലല്ലോ. അപ്പോൾ ഒരുത്തന് അവൻ്റെ കൈ കൊണ്ട് വേറൊരുത്തിൻ്റെ കൈ വെട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ അവനെങ്ങനെ ജീവിക്കുന്നത്? അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കും തെറ്റ് ചെയ്യുന്നവനതിന് ശിക്ഷ കൊടുക്കണം.
പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾക്ക് വേറെ ഒരു അർത്ഥം കൂടെ ഉണ്ടെന്ന് പറയാറുണ്ട്. അതായത് ശിക്ഷ കുറ്റത്തേക്കാൾ വലുതായിരിക്കരുത്. ഒരു കണ്ണിന് പകരം ഒരു കണ്ണേ കളയാവും, 2 കണ്ണ് കളയരുത്. ഒരു കൈക്ക് പകരം 2 കൈ വെട്ടരുത്. ഒരു കാലിന് പകരം 2 കാല് വെട്ടരുത്. അങ്ങനെ കുറ്റം ശിക്ഷയേക്കാൾ വലുതായിരിക്കരുത്. അത് എക്സംപ്ലറി ശിക്ഷ എന്ന് പറഞ്ഞാൽ അതാണ്. എക്സംപ്ലറി ശിക്ഷ, മാതൃകയുള്ള ശിക്ഷയായിരിക്കണം. അപ്പോൾ ദൈവം ശിക്ഷാക്രമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ വളരെ കർശനമായും കൃത്യമായുമാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. തോന്നിയ പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാനോ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാനോ നമുക്ക് അനുവാദമില്ല. ഒരു കണ്ണ് നഷ്ടപ്പെടുത്തിയാൽ ശിക്ഷയായി തെറ്റ് ചെയ്തവൻ്റെ 2 കണ്ണുകൾ നഷ്ടപ്പെടുത്തുവാൻ പാടില്ല, ഒരു കണ്ണെ നഷ്ടപ്പെടുത്താൻ പാടുള്ളൂ. ന്യായമായ ശിക്ഷ, അതിൽ കൂടുതൽ ചെയ്യാനായിട്ട് പാടില്ല. നാം പലപ്പോഴും പ്രതികാരങ്ങൾ ചെയ്യുന്നവരാണ്. പ്രതികാരങ്ങൾ ചെയ്യുമ്പോൾ പ്രമാണമില്ലെന്നാണ് പറയുന്നത്. പ്രതികാരത്തിന് എന്താ പ്രമാണമാണ്? നമ്മളെ ഒരാൾ തല്ലിയ നമ്മളങ്ങ് തല്ലുക, നമ്മുടെ അരിശം തീരുന്നവരെ അങ്ങ് തല്ലുക, അങ്ങനെ വല്ലാൻ പാടില്ല. അത് പ്രമാണമില്ലാത്തതല്ലാണ്. നമ്മുടെ വികാരങ്ങൾക്കനുസരിച്ച് നമ്മുടെ കോപവും ക്രോധവും ഈർഷ്യയും പകയും പിണക്കവും ഇങ്ങനെയുള്ള വികാരങ്ങൾക്കനുസരിച്ചൊന്നും നമുക്ക് പ്രതികാരം ചെയ്യാനായിട്ട് അനുവാദമില്ല. അങ്ങനെയല്ല നാം പ്രതികരിക്കേണ്ടത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്ഷമിക്കുക എന്ന പ്രമാണത്തിലാണ് ദൈവം പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ക്ഷമിക്കുക, നമ്മോട് തെറ്റ് ചെയ്യുന്നവരുടെ തെറ്റുകളെ നമ്മൾ ക്ഷമിക്കുക. ദൈവം നമ്മോട് തെറ്റുകളെ ക്ഷമിച്ചു, എത്രയോ തെറ്റുകളെ ക്ഷമിച്ചു. നമ്മൾ പ്രാർത്ഥിക്കുന്ന അങ്ങനെയല്ല, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. നാം ക്ഷമിക്കുന്നവരാണെങ്കിൽ മാത്രമേ ദൈവം നമ്മോട് ക്ഷമിക്കൂ. നാം ക്ഷമിക്കാതെ ഇരിക്കുന്നവരാണെങ്കിലില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം പാപത്തെ ക്ഷമിക്കുന്നവനാണെങ്കിലും ദൈവത്തിനവൻ പ്രമാണങ്ങൾ കൂടാതെ പാപത്തെ ശിക്ഷിക്കുകയില്ല. പാപത്തെ ക്ഷമിക്കുന്നവനാണ്, പാപത്തെ ശിക്ഷിക്കുന്നവനുമാണ്. ശിക്ഷിക്കുമ്പോൾ പ്രമാണം കൂടാതെ അവൻ ശിക്ഷിക്കുകയില്ല. നമ്മുടെ തെറ്റുകളെ നമ്മുടെ തെറ്റ് ചെയ്യുന്നതിന് പിന്നിലുള്ള നമ്മുടെ ഉദ്ദേശവും അതുപോലെ തന്നെ നമ്മുടെ താല്പര്യവും പല കാര്യങ്ങൾ പരിഗണിച്ചാണ് തെറ്റുകൾ ദൈവം ശിക്ഷിക്കുന്നത്. അതുകൊണ്ട് നാം കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മൾ പ്രിവെൻറ്റീവ് ആണെങ്കിൽ നല്ലതാണ്, പ്രിവെൻറ്റീവ് മോട്ടിവേഷൻ നല്ലതാണ്. ഇനിമേൽ ആരും തെറ്റ് ചെയ്യരുത്. അതുകൊണ്ട് തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കുമ്പോൾ അതൊരു മാതൃകാ ശിക്ഷയായിരിക്കണം. അതുപോലെ അതിൻ്റെ കേവലം പ്യൂണിറ്റീവ് ജസ്റ്റിസിന് വേണ്ടി മാത്രം ശിക്ഷിക്കുന്നവരുണ്ട്. പ്യൂണിറ്റീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തവൻ അടി കൊള്ളണമെന്നുള്ളത് പ്യൂണിറ്റീവ് ജസ്റ്റിസാണ്. അതുകൊണ്ട് അവൻ 2 അടി കൊടുക്കുക, അതിന് കുഴപ്പമില്ല, അത് നീതി നടത്തിപ്പിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ റിഫർമേഷൻ സാധിക്കുമെങ്കിൽ നല്ലതാണ്. ഈ തെറ്റ് ചെയ്തതായിരിക്കുന്ന ആളുടെ നവീകരണം, അത് മുഖാന്തരം അവൻ ഒരിക്കലും തെറ്റ് ചെയ്യാതിരിക്കാൻ. കർത്താവിൻ്റെ അടുക്കൽ വ്യഭിചാരത്തിൽ പിടിക്കൊണ്ടുവന്ന സ്ത്രീയെ കർത്താവ് മേലിൽ നീ പാപം ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ റിഫർമേഷനാണ് ചെയ്തത്, നവീകരണമാണ് ചെയ്തത്. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, സമാധാനത്തോട് പോകൂ, പക്ഷേ മേലിൽ പാപം ചെയ്യരുത്. മേലിൽ പാപം ചെയ്യാതിരിക്കത്തക്കവണ്ണം നാം ഇടപെടുക എന്നുള്ളതാണ് വളരെ പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ ദൈവം വെച്ചിരിക്കുന്ന പ്രമാണങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് ഒരുപാട് പ്രയോജനം അതിൻ്റെ വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുവാൻ ശിക്ഷ നൽകണം. അതുപോലെ തെറ്റ് ചെയ്തു എന്നുള്ളത് ന്യായമായ കൂലി എന്ന നിലയിൽ ശിക്ഷ നൽകണം എന്ന് മാത്രമല്ല, ആളിനെ നവീകരിക്കുവാൻ തക്കവണ്ണം നാം ശിക്ഷ നൽകണം. ശിക്ഷ നൽകുന്ന ഒരിക്കലും നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടിയാകരുത്, നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടി. എൻ്റെ കൈ വെട്ടിയവൻ്റെ കൈ വെട്ടിയെങ്കിലേ എനിക്ക് തൃപ്തിയാകൂ എന്നുള്ള നിലയിൽ നമുക്ക് വരരുത്. അത് ശിക്ഷണത്തിൻ്റെ ഒരു മോട്ടിവേഷൻ തീർച്ചയായിട്ടുമല്ല. അതുകൊണ്ട് നാം മറ്റുള്ളവരെ ശിക്ഷിക്കുമ്പോഴും മറ്റുള്ളവരോട് പ്രതികരിക്കുമ്പോഴും നാം ദൈവവചന പ്രകാരം വിശ്വാസികൾ എന്ന നിലയിൽ പ്രതികരിക്കണം. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ പ്രതികരിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ.